ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. സോ ഗൈസ്, വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നോടിയായി തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് IPL ക്ലബിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള ടീം ഏതാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നോടിയായി ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തവണ IPL താരലേലത്തിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു ടീം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻ്റ് ആയിരുന്നു ബാംഗ്ലൂരിൻ്റേത്. നമുക്കറിയാം, ഏതാണ്ട് 20-ന് മുകളിൽ ബാലൻസ് പേഴ്സൺ ഉണ്ടായിരുന്ന RCB വളരെ മോശം താരങ്ങളെയാണ് ഇത്തവണ കൂടാരത്തിലേക്ക് എത്തിച്ചത്. പ്രത്യേകിച്ച് പേസ് ബൗളിംഗ് ലൈനപ്പിലേക്ക് അവർ കൊണ്ടുവന്ന 3 പ്രധാന താരങ്ങൾ വളരെ മോശം റെക്കോർഡ്സിന് ഉടമയെന്നുള്ളതാണ് ശരിക്കും RCBയെ സംബന്ധിച്ച്. നമുക്കറിയാം, RCB താരലേലം IPL താരലേലം കഴിഞ്ഞ ഉടൻ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഒരു ബോളിംഗ് അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ബോളിംഗുള്ള ടീമുകളുടെ ലിസ്റ്റൊക്കെ പുറത്തുവിട്ടപ്പോൾ RCB അതിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു ടീം തന്നെയായിരുന്നു. സോ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തവണ 20 കോടിക്ക് മുകളിൽ ബാലൻസ് ഫണ്ട്സ് ഉണ്ടായിരുന്ന ടീമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അതിനാൽ തന്നെ അത്യാവശ്യം നല്ല മികച്ച, അല്ലെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മികച്ച ബോളേഴ്സിനായാലും ബാംഗ്ലൂരിന് കൂടാരത്തിലേക്ക് എത്തിക്കാമായിരുന്നു. നമുക്കറിയാം, മിക്ക സീസണുകളിൽ ബാറ്റിംഗ് ലൈനപ്പ് വളരെ സ്ട്രോങ് ആയി തുടരുമ്പോഴും ബോളിങ്ങിലായിരിക്കും ബാംഗ്ലൂരിൻ്റെ പണി കിട്ടിപ്പോകുന്നത്. ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ബാറ്റിങ്ങിൽ വളരെ കരുത്തരാണ് ബാംഗ്ലൂർ എല്ലാ സീസണുകളിലും. വിരാട് കോഹ്ലി, നായകൻ ഫാഫ് ഡു പ്ലസി, അനുജ് റാവത്ത്, ദിനേശ് കാർത്തിക്, ഗ്ലെൻ മാക്സ്വെൽ തുടങ്ങിയവരടങ്ങുന്ന ബാറ്റിംഗ് ലൈനപ്പിൽ ഇത്തവണ കാമറൂൺ ഗ്രീൻ കൂടി എത്തിയതോടുകൂടി ബാറ്റിംഗ് ലൈനപ്പ് വളരെ സ്ട്രോങ് ആണെങ്കിൽ പോലും ബോളിങ്ങിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ബോളേഴ്സ് ആരുമില്ല. നമുക്കറിയാം, മുഹമ്മദ് സിറാജ് എന്ന ഇന്ത്യൻ താരം തന്നെയാണ് ബാംഗ്ലൂരിൻ്റെ മെയിൻ ഫോക്കസ്ഡ് പ്ലെയർ എന്ന് പറയുന്നത്. എന്നാൽ സിറാജിനൊപ്പം അദ്ദേഹത്തിന് കൂട്ടായി അത്യാവശ്യം മികച്ച ഒരു പേസ് ബോളറെ ആയിരുന്നു RCBക്ക് ഇത്തവണ താരലേലത്തിലൂടെ സ്വന്തമാക്കേണ്ടത്. എന്നാൽ ബാംഗ്ലൂർ ഇത്തവണ ലേലത്തിലൂടെ സ്വന്തമാക്കിയ പ്രധാനമായും 3 ബോളേഴ്സിനാണ് RCB സ്വന്തമാക്കിയത്. നമുക്കറിയാം, അൽസാരി ജോസഫ് വെസ്റ്റ് ഇൻഡീസ് താരം, ലോക്കി ഫെർഗൂസൺ ന്യൂസിലാൻഡ് താരം, അതോടൊപ്പം തന്നെ യഷ് ദയാൽ എന്ന ഒരു ഇന്ത്യൻ യുവതാരം. സോ ഈ ഒരു 3 താരങ്ങളായിരുന്നു മെയിനായിട്ട് ബാംഗ്ലൂർ സിറാജിനൊപ്പം കൂട്ടായ ഒരു പേസ് ബോളിംഗ് ലൈനപ്പിലേക്ക് കൊണ്ടുവന്നത്. ശരിക്കും ഈ ഒരു 3 താരങ്ങളും വളരെ മോശം റെക്കോർഡിന് ഉടമയാണ്. IPL സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ സീസണുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 3 താരങ്ങളും വളരെ മോശം പ്രകടനത്തിൽ, അല്ലെങ്കിൽ വളരെ മോശം റെക്കോർഡ്സിന് ഉടമയാണ്. നമുക്കറിയാം, നിലവിൽ ബാംഗ്ലൂരിൻ്റെ സ്കോർ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് സിറാജിന് പുറമെ എക്സ്പീരിയൻസ്ഡ് ഉള്ള താരം റീസ് ടോപ്ലി എന്നൊരു ഇംഗ്ലീഷ് താരമാണ്. അതോടൊപ്പം തന്നെ വൈശാഖ് വിജയകുമാർ എന്നൊരു യുവ കർണാടക ബോളറും. സോ ആ ഒരു ലൈനപ്പിലേക്കാണ് ഇപ്പോൾ ഇത്തവണ അൽസാരി ജോസഫും ലോക്കി ഫെർഗൂസണും യഷ് ദയാലും ഒക്കെ മടങ്ങി വരുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 20 കോടിക്ക് മുകളിൽ ബാലൻസ് പേഴ്സ് ഉണ്ടായിരുന്ന RCB, പ്രത്യേകം നോട്ട് ചെയ്യണം, 20 കോടിക്ക് മുകളിൽ ബാലൻസ് പേഴ്സ് ഉണ്ടായിരുന്ന RCB അൽസാരി ജോസഫിന് വേണ്ടി മാത്രം ചിലവഴിച്ചത് 11 കോടിക്ക് മുകളിലാണ്. 11.5 കോടി രൂപയാണ് അൽസാരി ജോസഫ് എന്ന ഈ ഒരു താരത്തിന് വേണ്ടി ബാംഗ്ലൂർ ചിലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, വെസ്റ്റ് ഇൻഡീസ് താരമാണ്. IPL 19 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത്, 20 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബെസ്റ്റ് ബോളിംഗ് ഫിഗർ എന്ന് പറയുന്നത് 12 റൺസിന് 6 വിക്കറ്റ് നേട്ടമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ അവസാന IPL മത്സരം കളിച്ചത് മുംബൈ ഇന്ത്യൻസിനെതിരെ കഴിഞ്ഞ സീസണിൽ വാങ്കഡയിലായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ വളരെ മോശം ഒരു റെക്കോർഡ് എന്ന് പറയുന്നത്, അദ്ദേഹം തന്നെ അവസാന IPL മത്സരം കളിച്ചത് മുംബൈ ഇന്ത്യൻസിനെതിരെയായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായിരുന്നു അൽസാരി ജോസഫ്. അന്ന് അവസാന IPL മത്സരത്തിൽ 52 റൺസായിരുന്നു അദ്ദേഹം മുംബൈക്കെതിരെ വഴങ്ങിയത്, വിക്കറ്റൊന്നും നേടിയിരുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ മോശം ഒരു IPL റെക്കോർഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റൺസ് കൺസീഡിങ് തന്നെയാണ്. നമുക്കറിയാം, ഏതാണ്ട് 9.19 ആണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി. അതായത് 9.19, 9-ൽ കൂടുതൽ റൺസാണ് അദ്ദേഹം ഓരോ ഓവറിലും 9-ൽ കൂടുതൽ റൺസാണ് അൽസാരി ജോസഫ് എന്ന ഒരു വെസ്റ്റ് ഇൻഡീസ് ബോളർ വഴങ്ങുന്നത്. സോ അതുതന്നെയാണ് ബാംഗ്ലൂരിൻ്റെ വളരെ മോശം ബോളിംഗ് എന്ന് പറയാനുള്ള കാരണം. ഇനി മറ്റൊരു താരമാണ് ലോക്കി ഫെർഗൂസൺ. നമുക്കറിയാം, അതോടൊപ്പം തന്നെ അൽസാരി ജോസഫിന് മറ്റൊരു കാര്യം, 2023 അദ്ദേഹം 7 മത്സരങ്ങളാണ് കളിച്ചത്, 7 വിക്കറ്റുകൾ നേടി, എക്കോണമി 9 ആണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ 24 ഓവറാണ് അദ്ദേഹം എറിഞ്ഞത്, 225 റൺസായിരുന്നു അൽസാരി ജോസഫ് കഴിഞ്ഞ ഹോൾ സീസണിൽ വഴങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊരു താരമാണ് ലോക്കി ഫെർഗൂസൺ. ഈ ഒരു അൽസാരി ജോസഫിനെ നമുക്കറിയാം, വളരെ ഒരു എക്സ്പീരിയൻസ്ഡ് താരമാണ് ലോക്കി ഫെർഗൂസൺ, ന്യൂസിലാൻഡ് ഇൻ്റർനാഷണൽ. കഴിഞ്ഞ സീസണിൽ 2022-ൽ ഗുജറാത്തിൻ്റെ താരമായിരുന്നു. ഗുജറാത്ത് കിരീടം നേടിയപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായിരുന്നു ഫെർഗൂസൺ. അന്ന് വളരെ മികച്ച പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ KKRലേക്ക് എത്തിയ താരം വളരെ മോശം പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചത്. IPLൽ 38 മത്സരങ്ങളിൽ പരിചയസമ്പത്തുള്ള താരമാണ് ഫെർഗൂസൺ, 37 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. അവസാന IPL മത്സരം കളിച്ചത് മുംബൈ ഇന്ത്യൻസിനെതിരെ തന്നെയാണ്. അന്ന് 19 റൺസ് വഴങ്ങി 1 വിക്കറ്റ് നേടിയിരുന്നു.
അതോടൊപ്പം തന്നെ IPL 2024 ഈ സീസണിൽ 2 കോടി രൂപയ്ക്കാണ് ലോക്കി ഫെർഗൂസൺ, അതായത് അടിസ്ഥാന വിലയായ ബേസ് പ്രൈസായ 2 കോടി രൂപയ്ക്കാണ് ബാംഗ്ലൂർ കൂടാരത്തിലേക്ക് എത്തിച്ചത്. എന്തുകൊണ്ടാണെന്ന് ബാംഗ്ലൂർ മാനേജ്മെൻറ്റിന് മാത്രമേ പറയാൻ കഴിയും. കാരണം ഇത്രയും മോശം റെക്കോർഡുകളുള്ള കുറേ താരങ്ങൾ, അൽസാരി ജോസഫിന് തന്നെ എടുത്തു നോക്കിയാൽ ഏതാണ്ട് 9 റൺസിൽ കൂടുതലാണ് അദ്ദേഹം ഒരു ഓവറിൽ വഴങ്ങുന്നത്. സോ ഇങ്ങനെ ഒരു താരത്തിന് വേണ്ടി മാത്രം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതിൽ 11 കോടി രൂപയോളം മുടക്കിയാണ് അൽസാരി ജോസഫിനെ പോലൊരു താരത്തെ കൂടാരത്തിലേക്ക് എത്തിച്ചത്. സോ വെറുതെ ശരിക്കും പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൻ്റെ കിരീടം നേടാൻ സാധിക്കാത്തത് ബാംഗ്ലൂർ മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേട് തന്നെയാണെന്ന് പറയാം. ഇനി സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഫെർഗൂസൺ, അൽസാരി ജോസഫ് ഒരു ഓവറിൽ 9 റൺസിൽ കൂടുതൽ വഴങ്ങുമെങ്കിൽ ലോക്കി ഫെർഗൂസനും ഒട്ടും മോശമല്ല. ഓരോ ഓവറിൽ മിനിമം 8 റൺസിൽ കൂടുതലാണ്, അതായത് 9 റൺസിനോട് അടുപ്പിച്ചാണ് ഫെർഗൂസനും ഒരു ഓവർ പെർ ഓവർ വഴങ്ങുന്നത്. ഇത് 2022 മുതലുള്ള കണക്ക് പ്രകാരമുള്ള എക്കോണമിയാണ് അദ്ദേഹത്തിൻ്റെ. IPL ബെസ്റ്റ് ബോളിംഗ് ഫിഗർ എന്ന് പറയുന്നത് 28 റൺസ് വഴങ്ങി 4 വിക്കറ്റ് നേട്ടമാണ് ഫെർഗൂസൻ്റെ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ 3 മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം KKR ജേഴ്സിയിൽ കളിച്ചത്, 1 വിക്കറ്റാണ് നേടാൻ സാധിച്ചത്. ആ ഒരു 3 മത്സരങ്ങളിൽ നിന്ന് മാത്രം എക്കോണമി 10.52 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്കോണമി. അതായത് വെറും 3 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത് കഴിഞ്ഞ സീസണിൽ. ആ 3 മത്സരങ്ങളും അതായത് പെർ ഓവർ 10 റൺസിൽ കൂടുതലായിരുന്നു ലോക്കി ഫെർഗൂസൺ ന്യൂസിലാൻഡ് ഇൻ്റർനാഷണൽ വഴങ്ങിയിട്ടുണ്ടായിരുന്നത്. 2022 ഞാൻ പറഞ്ഞ പോലെ 2022 ഗുജറാത്ത് ടൈറ്റൻസ് IPL കിരീടം നേടിയപ്പോൾ ശരിക്കും ഒരു മികച്ച പ്രകടനമായിരുന്നു ലോക്കി ഫെർഗൂസൺ കാഴ്ചവെച്ചത്. നമുക്കറിയാം, ഏതാണ്ട് കണ്ടിന്യൂസ് 140 കിലോമീറ്റർ പെർ അവറിൽ ബോളിംഗ് ചെയ്യാൻ സാധിക്കുന്ന ഫെർഗൂസൺ 2022-23 IPL സീസണിൽ 10 കോടി രൂപയ്ക്കായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് പോയത്. അന്ന് അദ്ദേഹം 13 മത്സരങ്ങൾ കളിച്ചപ്പോൾ 12 വിക്കറ്റുകൾ നേടി, എക്കോണമി 8 തന്നെയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോളിംഗ് പ്രകടനം കൊണ്ട് തന്നെ ഗുജറാത്തിന് വളരെ മികച്ച രീതിയിൽ തന്നെ ആ ഒരു IPL കിരീടം ഉയർത്താൻ സാധിച്ചു. ഇനി യശ് ദയാൽ, ഒരു ഇന്ത്യൻ യുവതാരമാണ്. 5 കോടി രൂപയ്ക്കാണ് ബാംഗ്ലൂർ ഇത്തവണ താരത്തെ എത്തിച്ചത്. എന്തുകൊണ്ടാണത് വീണ്ടും ബാംഗ്ലൂർ മാനേജ്മെൻറ്റ് മാത്രമേ പറയാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റുകൾ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ IPL കണ്ട ഒരിക്കലും ഒരു ആരാധകന് മറക്കില്ല ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. 200 റൺസ് മുകളിൽ സ്കോർ ചെയ്ത ഗുജറാത്തിനെതിരെ അവസാന ഓവറിൽ റിങ്കു സിംഗ് എന്ന ഇന്ത്യൻ വെടിക്കെട്ട് ഫിനിഷർ യശ് ദയാൽ എന്ന ഒരു യുവതാരത്തിനെതിരെ തുടർച്ചയായി സിക്സർ, അവസാന ഓവറിൽ തുടർച്ചയായി സിക്സറുകൾ നേടിയത് നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. ഏതാണ്ട് 30 റൺസിന് മുകളിൽ അന്ന് റിങ്കു സിംഗ് യശ് ദയാലിൻ്റെ അവസാന ആ ഒരു ഓവറിൽ അന്ന് നേടിയിട്ടുണ്ട്. അത് ആ ഒരു മത്സരത്തിൽ KKR ജയിക്കുകയും ചെയ്തു. സോ ഇത്രയും വളരെ മോശം റെക്കോർഡുള്ള താരത്തിന് വേണ്ടി 5 കോടി രൂപയാണ് RCB തവണ അദ്ദേഹത്തിന് വേണ്ടി മുടക്കിയത്. അത് തന്നെ ബാംഗ്ലൂർ മാനേജ്മെൻറ്റിൻ്റെ മണ്ടൻ തീരുമാനം തന്നെയാണ്. പിന്നീട് നമുക്കറിയാം, ഗുജറാത്ത് ടൈറ്റൻസ് 2022 IPL കിരീടം ഉയർത്തിയപ്പോൾ ടൈറ്റൻസിൻ്റെ താരമായിരുന്നു യശ് ദയാൽ. കഴിഞ്ഞ സീസണിലും ഗുജറാത്തിൻ്റെ തന്നെ താരമായിരുന്നു. 2022 9 മത്സരങ്ങൾ കളിച്ചു, 11 വിക്കറ്റ് നേടി, എക്കോണമി 10 ആയിരുന്നു. 2022 IPL 10 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എക്കോണമി. ബെസ്റ്റ് ബോളിംഗ് ഫിഗർ 40 റൺസിന് 3 വിക്കറ്റ്. എന്നാൽ 2023 എത്തിയപ്പോൾ, കഴിഞ്ഞ സീസണിലേക്ക് എത്തിയപ്പോൾ പാടെ കളി മറന്ന താരമായിരുന്നു യശ് ദയാൽ. 5 മത്സരങ്ങൾ കളിച്ചു, 2 വിക്കറ്റുകളാണ് നേടാൻ സാധിച്ചത്. എക്കോണമി 11.79 പെർ ഓവർ, 11 റൺസിൽ കൂടുതലാണ് യശ് ദയാൽ വഴങ്ങുന്നത്. സോ ബാംഗ്ലൂരിൻ്റെ 200 അടിക്കാൻ കെൽപ്പുള്ള ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടെങ്കിൽ ആ 200-ന് മുകളിൽ വിട്ടുകൊടുക്കാനും കെൽപ്പുള്ള 3 ബോളേഴ്സ് തന്നെയാണ് നിലവിൽ ബാംഗ്ലൂർ നിരയിലേക്ക് എത്തിയിട്ടുള്ളത്. ലോക്കി ഫെർഗൂസൺ, അൽസാരി ജോസഫ്, യശ് ദയാൽ. പക്ഷേ ഇതൊക്കെ പഴയ കണക്കുകൾ തന്നെയാണ്. പുതിയ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്ര 3 താരങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് 18 കോടി രൂപ, അതായത് 23 കോടി രൂപയാണെന്നാണ് തോന്നുന്നത് ബാംഗ്ലൂരിൻ്റെ ബാലൻസ് പേഴ്സ്. സോ ആ 23 കോടി രൂപയിൽ 18 കോടിയോളം രൂപ ഈ ഒരു 3 താരങ്ങൾക്ക് വേണ്ടിയാണ് ബാംഗ്ലൂർ ചെലവഴിച്ചത്. പിന്നീട് കൊണ്ടുവന്ന താരം ടോം കറൻ, അതായത് ഒരു ഇംഗ്ലീഷ് ഓൾറൗണ്ടറാണ്. സോ ഈ ഒരു 3 താരങ്ങൾക്ക് വേണ്ടി മാത്രം, അൽസാരി ജോസഫ്, യശ് ദയാൽ, ലോക്കി ഫെർഗൂസൺ എന്നീ IPL വളരെ മോശം റെക്കോർഡ്സിനോടുമായി ഒരു 3 പേസ് ബോളേഴ്സിന് വേണ്ടി മാത്രം ബാംഗ്ലൂർ മുടക്കിയത് 18 കോടി രൂപയായിരുന്നു. സോ കാത്തിരുന്ന് കാണാം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഈ ഒരു 3 വെടിക്കെട്ട് ബോളേഴ്സ് എങ്ങനെയായിരിക്കും അവരുടെ കളി നിയന്ത്രിക്കാൻ പോകുന്നതെന്ന്. അതോ പാടെ കളി മറന്ന ബോളിംഗ് ലൈനപ്പിലേക്ക് വീണ്ടും ബാംഗ്ലൂർ കിരീടം നഷ്ടപ്പെട്ടുകൊണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മാക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.